ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് മാഗസിൻ ലൂവ പ്രകാശനം ചെയ്തു. പ്രകാശന ചടങ്ങിൻ്റെ ഉദ്ഘാടകനായി എത്തിയ വടകര ലോക്സഭാ മണ്ഡലം എം പി ഷാഫി പറമ്പിലിനും വിശിഷ്ടാതിഥിയായി എത്തിയ സിനിമാ താരം അനാർക്കലി വരിക്കാർക്കും വൻ സ്വീകരണമാണ് കോളേജിൽ ഒരുക്കിയത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഷാഫി പറമ്പിൽ ചടങ്ങിൻ്റെ ഉദ്ഘാടനവും മാഗസിൻ പ്രകാശനവും നിർവഹിച്ചു. വെള്ളത്തിലിട്ടാൽ കുതിർന്ന് നശിച്ചു പോകുന്നതും കത്തിച്ചാൽ കത്തിച്ചാമ്പലാകുന്നതും കീറിയെറിഞ്ഞ് നശിപ്പിക്കപ്പെടാവുന്നതുമായ ഒരു ദുർബല വസ്തുവായ കടലാസാണ് ലോകത്ത് മനുഷ്യൻ്റെ ഓർമ്മകൾ ഏറ്റവും ഏറെ സംഭരിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ മാഗസിൻ പ്രകാശനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഒരു വാതിൽ ആരുടെ മുന്നിലും ശാശ്വതമായി അടച്ചിടാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ലെന്ന് മുൻപ് ഇതേ കോളേജിൽ സംഘടനാ പ്രവർത്തനവുമായി എത്തിയപ്പോൾ കോളേജിനകത്തേക്ക് കയറാൻ പാടില്ലെന്ന് വിലക്കി തന്നെ തടഞ്ഞ സംഭവം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്ക് പാട്ട് പാടിക്കാൻ ഉൾപ്പെടെയുള്ള പല അജണ്ടകളും ഉണ്ടാവും. അപ്പം അതിന് തടസ്സമായിട്ട് ഞാൻ കുറേ നേരം പ്രസംഗിക്കുന്നില്ല. ഞാൻ ആകെ 2 മണിക്കൂറെ പ്രസംഗിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ എൻ്റെ പ്രസംഗം വേഗം നിർത്തും. എന്നിട്ട് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. MG കോളേജിൽ മുമ്പ് വന്നൊരു അനുഭവം കൂടെ എനിക്കായിരുന്നു. രതീഷിനെ ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അന്ന് എനിക്ക് ടീച്ചറെ കോളേജിൽ കയറാൻ പറ്റിയിട്ടില്ല. ഞാൻ മുമ്പ് വന്നപ്പോൾ അന്ന് ഈ പറഞ്ഞ MLA MP ഒന്നും ആയിട്ടില്ല. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഈ പുറത്തുനിന്ന് ആളെ കേട്ടാൽ എന്തോ പ്രയാസത്തിന്റെ പേരിൽ ഗേറ്റിന്റെ പുറത്ത് നിൽക്കേണ്ടി വന്ന ഒരു കാലത്തെ സംബന്ധിച്ചപ്പോൾ ചെറുതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ കൂടെ അല്ലാത്ത ഏതോ ഗേറ്റിൽ കൂടെ കയറി ആ പോർട്ടിൽ കൂടെ അവിടെ വന്നത് അന്നത്തെ യേശുവിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പങ്കെടുത്തത് ഓർമ്മയാണ്. അത് കഴിഞ്ഞ് ഇപ്പം ഫ്രണ്ടിൽ കൂടെ തന്നെ വന്നു. നിങ്ങളെല്ലാവരും നല്ല സ്വീകരണം തന്നു, നല്ല സ്നേഹം തന്നു, നല്ലൊരു പൂവും തന്നു, നല്ലൊരു പുല്ലുണ്ടായിരുന്നു. അപ്പം അതും ചെറുതായിട്ട് തന്നു. ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ്. ഒരു വാതിലും ആരുടെയും മുമ്പിൽ ശാശ്വതമായിട്ട് അടച്ചിടാൻ ആര് വിചാരിച്ചാലും കഴിയില്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ പൊതുപ്രവർത്തനത്തിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ
നിങ്ങളുടെ പാഷനോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ അതിലേക്ക് നിങ്ങൾ ഇതിലേക്ക് നാളെ നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരുന്ന കാര്യത്തിൽ സംശയമാണ്. ഞാനിപ്പോൾ നമ്മുടെ എഡിറ്ററോട് ചോദിക്കുകയായിരുന്നു, എന്താണ് ഈ ലൂവ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നത്? എന്താ അർത്ഥം? എന്താ അർത്ഥം? ഇനി പ്രായമായതുകൊണ്ടോ ചെവി പഴയപോലെ കേൾക്കുന്നില്ല. എന്താ അർത്ഥം? ലൈറ്റ്, പ്രകാശം. നിങ്ങളുടെ ശബ്ദത്തിന് പ്രകാശമുണ്ട്, നിങ്ങളുടെ ചിരിക്ക് പ്രകാശമുണ്ട്, നിങ്ങളുടെ കയ്യടിക്ക് പ്രകാശമുണ്ട്, നിങ്ങളുടെ മാഗസിൻ്റെ പേരിലൊരു പ്രകാശമുണ്ട്, ഈ ദിനത്തിലൊരു പ്രകാശമുണ്ട്. ഈ പ്രകാശം ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മാഗസിൻ നമ്മൾ രംഗത്തിറക്കും. നിങ്ങൾ ആലോചിച്ചു, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. AI എവിടത്തോളം എത്തി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയും. ഇപ്പൊ പറയപ്പെടുന്നത് ബൈ 2030 അത് ഹ്യൂമൻ ഇന്റലിജൻസ് ഓവർകം ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ അവർ പറയുന്നത് പ്രൊജക്ട് ചെയ്യുന്നത് 2045 അത് ബ്രെയിനുമായിട്ട് ആളുകളെ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി 1 മില്യൺ ഫോൾഡ് ആയിട്ട് അതിനെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നതൊക്കെയാണ് സയൻസുകൾ അതിനെപ്പറ്റി പ്രൊജക്ഷൻ നടത്തുന്ന ആളുകൾ പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്റെ ഒരു സൃഷ്ടിയും മനുഷ്യൻ ഇതുവരെ ഓവർകം ചെയ്തിട്ടില്ല. എവറിത്തിങ് വാസ് അണ്ടർ കൺട്രോൾ. പക്ഷെ ഇപ്പൊ പറയപ്പെടുന്നത് ഇതൊക്കെ ഓവർകം ചെയ്ത് മനുഷ്യന്റെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന തലത്തിലേക്ക് ഇത് മാറുമെന്നൊക്കെയാണ് പ്രൊജക്ഷൻ പറയുന്നത്. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ആർ ബിജുമോൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ ചന്ദൻ തില്ലങ്കേരി മുഖ്യഭാഷണം നടത്തി. ചിരിക്കാനും പ്രവർത്തിക്കാനും ആഹ്വാനം ചെയ്ത ചുരുങ്ങിയ വാക്കുകൾ ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരവും തർക്കങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കടന്നു പോകേണ്ട പ്രധാന വ്യക്തിത്വം തന്നെയാണ് ഷാഫി എന്ന് തെളിയിച്ച അദ്ദേഹത്തിൻ്റെ പ്രകടനം പാർലമെന്റിലെല്ലാം ഞാനും നിങ്ങളുമെല്ലാം ഇന്നലകളിലെ ആശയങ്ങൾ, ഇന്നലകളിലെയും മഹാന്മാരായിട്ടുള്ള ആളുകളുടെ ഈ നാടിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നിൻ്റെ പുതിയ കാലഘട്ടത്തിൻ്റെ ചിന്തകൾ കൂടി നിങ്ങളുടെ ചിന്തകൾ കൂടി സമാഹരിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഷാഫിക്ക് എല്ലാവിധ ഭാവങ്ങളും അറിയിക്കുകയാണ്. കുമാരി അനാർക്കലിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ കാലഘട്ടത്തിൻ്റെ നടിയാണ്, ഗായികയാണ്, എല്ലാ തരത്തിലും നർത്തകിയാണ്. നിങ്ങളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന അനാർക്കലിക്കും എല്ലാവിധ ഭാവങ്ങളും അറിയിക്കുന്നു. മറ്റുള്ളവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കോളേജിലെ വിദ്യാർത്ഥിനികളുടെ അധ്യാപകരുടെ എല്ലാം അവരുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു സംഘാടകരുടെ ഏറ്റവും വലിയ സംരംഭമാണ് നമ്മുടെ മാഗസിൻ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പലപ്പോഴും മാഗസിനുകൾ ഞാനും പ്രിയപ്പെട്ട സെക്രട്ടറി വൈവൈ മത്തായി സാർ കോളേജ് ലൈബ്രറിയിൽ പോയപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ യൂണിയനുകൾ വന്നെങ്കിലും അവരെല്ലാം തയ്യാറാക്കിയിട്ടുള്ള മാഗസിനുകൾ ഭദ്രമായി ലൈബ്രറിയിൽ കെട്ടിവെച്ചിട്ടുള്ളത് കാണാനില്ല. ഇവിടെ കുട്ടികൾ ഇത് വാങ്ങുന്നില്ല, വായിക്കുന്നില്ല, അത് കൊണ്ടുപോകുന്നില്ല. ഒരു കോളേജിൻ്റെ സംക്ഷിപ്തമായ ഒരു മാഗസിൻ അത് വായിക്കാൻ നിങ്ങളുടെ കഴിവുകൾ പരസ്പരം കാണാനും ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ദയവ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കണം. എല്ലാവരും മാഗസിൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിൽ പിന്നിൽ പ്രവർത്തിച്ച കഠിനാധ്വാനം ചെയ്തിട്ടുള്ള കൂട്ടുകാരെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. സിനിമാ താരം അനാർക്കലി മരിക്കാർ മുഖ്യാതിഥിയായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. എന്തെല്ലാം പറയുന്നത്, പാട്ട് പാടാനായിരിക്കുമല്ലോ എന്നെ വിളിച്ചത്. ഇതിന്റെ അവസാനത്തോട് നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോ ഞാനിങ്ങനെ അധികം കണ്ണൂർ അങ്ങനെ വരുന്ന സ്ഥലമല്ല. പിന്നെ എന്താ പറയാ, ഒരു ഇത്രയും വലിയ ആൾക്കാർ ഒക്കെ
വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരു മാഗസിൻ പ്രകാശനത്തിലൊക്കെ പോയിട്ട് കുറേ നാളായി. ഞാൻ മാർഗാനിക്സ് കോളേജിലാണ് പഠിച്ചത് പ്രധാനം. അപ്പോൾ യൂണിയൻ പരിപാടികളും മാഗസിൻ പരിപാടികളും അതിൻ്റെ ടെൻഷനും പരിപാടികളൊക്കെ എല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ട് എന്തായിരിക്കും എന്ന് നേരിൽ കാണാൻ തന്നെയാണ് കണ്ണൂർ വരെ വന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ വലിയ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. താങ്ക് യു. ഇരട്ടി എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി കെ വത്സരാജ്, അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് എം കെ വിനോദ്, IQAC കോർഡിനേറ്റർ ഡോക്ടർ കെ അനീഷ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, ഡോക്ടർ കെ ജിതേഷ്, സി ഗീത, സന്തോഷ് കുമാർ, ബെന്നി ജോർജ്, ഡോക്ടർ ആർ ബിജുമോൻ, ജെയ്സ് റോയി എന്നിവർ സംസാരിച്ചു.